ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവകൃപയുടെ 365 ദിവസങ്ങൾ എന്ന സമ്പൂർണ്ണ പരിശുദ്ധ ബൈബിൾ വായനാ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 54-ാം ദിവസം. ജോഷുവയുടെ പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ആഖാന്റെ പാപം നിമിത്തം ഇസ്രായേലിന് നിഷിദ്ധമായിരുന്ന നിഷിദ്ധ വസ്തു കൈവശം വെച്ചതുകൊണ്ട് ഇസ്രായേലിന്റെ തോൽവിയെക്കുറിച്ച് നമ്മൾ കാണുന്നു. അതിനുള്ള ശിക്ഷയെല്ലാം നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ജീവന്റെ വചനഭാവം വായിച്ച് ധ്യാനിക്കാൻ, പരിശുദ്ധാത്മാവിൽ നിറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം. ആഖാന്റെ പാപം. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. ബethേലിന് കിഴക്ക് ബേഥാവാന് സമീപത്തുള്ള ആയി പട്ടണത്തിലേക്ക് ജെറീക്കോയിൽ നിന്ന് ജോഷുവ ആളുകളെ അയച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അവിടം രഹസ്യമായി നിരീക്ഷിക്കുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല. 2000-ഓ 3000-ഓ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ. എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല, കാരണം അവർ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി. എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി. ആയി നിവാസികൾ 36ഓളം പേരെ വധിച്ചു. അവർ അവരെ നഗര കവാടം മുതൽ ഷെബാറീം വരെ പിന്തുടരുകയും താഴോട്ടിറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി. അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടി വാരിയിട്ട് സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണുകിടന്നു. ജോഷു പ്രാർത്ഥിച്ചു, ദയമായ കർത്താവേ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാൻ ഇക്കരെ കൊണ്ടുവന്നു? അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു. കർത്താവെ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക. നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലെ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം. കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം. കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വരണം. നിഷിദ്ധ വസ്തുക്കളോട് കൂടി പിടിക്കപ്പെടുന്നവനെ അവന്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം. എന്തെന്നാൽ അവൻ കർത്താവിന്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്ക് വരുത്തി. അതിൽ നിന്ന് യൂദാ ഗോത്രത്തെ മാറ്റി നിർത്തി. അവൻ യൂദായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്ന് സേരാ കുലത്തെ മാറ്റി നിർത്തി. പിന്നീട് അവൻ സേരാ കുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു. വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി. യൂദാഗോത്രത്തിലെ സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി. ജോഷുവ ആഖാനോട് പറഞ്ഞു, എന്റെ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് ഒന്നും മറച്ചുവെക്കരുത്.
ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തത് ഇതാണ്: കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എന്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടനെ ജോഷുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിലേക്ക് ഓടി. വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു. അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുൻപാകെ കൊണ്ടുവന്നു. അവർ അത് കർത്താവിന്റെ മുൻപിൽ നിരത്തിവെച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഖാനെയും അവന്റെ പുത്രീപുത്രന്മാരെയും വെള്ളി, മേലങ്കി, സ്വർണക്കട്ടി എന്നിവയും കാള, കഴുത, ആട്, കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ജോഷുവ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തിവെച്ചത്? നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു, വസ്തുവകകൾ അഗ്നിക്കിരയാക്കി. അവർ അവന്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരമുണ്ടാക്കി. അത് ഇന്നും അവിടെയുണ്ട്. അങ്ങനെ കർത്താവിന്റെ ഉജ്ജ്വല കോപം ശമിച്ചു. ഇന്നും ആ സ്ഥലം ആഖോറിന്റെ താഴ്വര എന്നറിയപ്പെടുന്നു. ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം. ആയി പട്ടണം നശിപ്പിക്കുന്നു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക. ഭയമോ പരിഭ്രമമോ വേണ്ട. ഇതാ, ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജെറീക്കോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക. എന്നാൽ കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾക്കെടുക്കാം. പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിന് പിന്നിൽ പതിയിരിക്കണം. ജോഷുവയും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ജോഷുവ ധീരപരാക്രമികളായ 30,000 പേരെ തെരഞ്ഞെടുത്ത് രാത്രിയിൽ തന്നെ അയച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു, പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിന് പിന്നിൽ ഒളിച്ചിരിക്കണം. വളരെ അകലെ പോകരുത്. സദാ ജാഗരൂകരായിരിക്കുകയും വേണം. ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും. അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും. പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നതുവരെ അവർ ഞങ്ങളെ പിന്തുടരും. അപ്പോൾ അവർ പറയും, ഇതാ, അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു. ഞങ്ങൾ അങ്ങനെ ഓടും. അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയ ശേഷം അത് അഗ്നിക്കിരയാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ജോഷുവ അവരെ യാത്രയാക്കി. അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബഥേലിനും മധ്യേ ഒളിച്ചിരുന്നു. ജോഷുവ ആ രാത്രിയിൽ ജനത്തോടു കൂടെ താമസിച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടു കൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു. അവനും കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്കുവശത്തായി പാളയമടിച്ചു. അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബഥേലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം 5000 യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു. പ്രധാന പാളയം പട്ടണത്തിന് വടക്കു ഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തുമായിരുന്നു. ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആയി രാജാവ് ഇത് കണ്ടപ്പോൾ അരാബയിലേക്കുള്ള ഇറക്കത്തിൽ വച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു. എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രു സൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല. ജോഷുവും ജനവും പരാജിതരായി എന്ന് നടിച്ച് മരുഭൂമിയുടെ നേരെ ഓടി. അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെല്ലാം വിളിച്ചുകൂട്ടി. അവർ ജോഷുവയെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി. ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബഥേലിലോ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല. അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത്. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിന് നേരെ ചൂണ്ടുക. ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ജോഷുവ അങ്ങനെ ചെയ്തു. അവൻ
കൈ ഉയർത്തിയ ഉടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി തിടുക്കത്തിൽ പട്ടണത്തിന് തീവച്ചു. ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല. കാരണം മരുഭൂമിയിലേക്ക് ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു. പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷുവയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു. പട്ടണത്തിൽ കടന്ന ഇസ്രായേലിയരും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു. ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി. അവരെ ഇസ്രായേലിയർ സംഹരിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു. അവസാനത്തെ ആൾ വരെ വാൾനിരയായി. പിന്നീട് ഇസ്രായേലിയർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിശേഷിച്ചവരെയും വാൾനിരയാക്കി. ആയി പട്ടണത്തിലുണ്ടായിരുന്ന 12,000 സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതിയടഞ്ഞു. ആയി നിവാസികൾ പൂർണ്ണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തന്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചില്ല. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു. അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീ വെച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി. ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു. സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിറക്കി നഗരകവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി. അതിന്നും അവിടെയുണ്ട്. ജോഷുവ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായതും സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവച്ചു. അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. അവരിൽ പകുതി ഗരിസീം മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു. കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നതുപോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത്. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹവചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷുവ വായിക്കാതിരുന്നില്ല. ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായം. ഗിബെയോൻകാരുടെ വഞ്ചന. ജോർദാന്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലെബനോൻ വരെ നീണ്ടുകിടക്കുന്ന വലിയ കടലിന്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്യരും അമ്മോര്യരും കാനാന്യരും പെരീസ്യരും ഹിവ്യരും ജബൂസ്യരും ആയ രാജാക്കന്മാരെല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷുവയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടി. എന്നാൽ ജെറീക്കോയോടും ആയി പട്ടണത്തോടും ജോഷുവ ചെയ്തതറിഞ്ഞപ്പോൾ ഗിബെയോൻ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു. പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞുമെടുത്തവർ കഴുതപ്പുറത്ത് കയറ്റി. നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ചവർ പുറപ്പെട്ടു. അവരുടെ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു. അവർ ഗിൽഗാലിൽ ജോഷുവയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു, ഞങ്ങൾ വിദൂരദേശത്തുനിന്ന് വരികയാണ്, ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം. അപ്പോൾ ഇസ്രായേൽ ജനം ഹിബ്യരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാനാവില്ല. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷുവയോട് പറഞ്ഞു. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമം കേട്ട് വിദൂരദേശത്തു നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു.
ജോർദാന്റെ മറുകരയിലുള്ള അമോരി രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സീഹോനോടും അഷ്താറോത്തിൽ താമസിക്കുന്ന ബാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു, യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം. ഇതാ, ഞങ്ങളുടെ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണങ്ങി പൂത്തിരിക്കുന്നു. യാത്രാമധ്യേ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു. കർത്താവിന്റെ നിർദ്ദേശമാരായാതെ ജനം ആ ഭക്ഷണപദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു. ജോഷുവ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു. ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു. ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ, കെഫീറ, ബേറോത്ത്, കിരിയാത്ത് യെയാറീം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല. സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറുപിറുത്തു. ജനപ്രമാണികൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ. നമുക്കിങ്ങനെ ചെയ്യാം, അവർ ജീവിച്ചു കൊള്ളട്ടെ. അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും. നാം അവരോട് ശപഥം ചെയ്തതാണല്ലോ. അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും ജീവിച്ചുകൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു. സമൂഹം അത് അംഗീകരിച്ചു. ജോഷുവ അവരെ വിളിച്ചു ചോദിച്ചു, അടുത്തു തന്നെ വസിക്കെ വളരെ ദൂരത്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന്? അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങൾ എന്നും എന്റെ ദൈവത്തിന്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും. അവർ ജോഷുവയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തു പോയി. ഇതാ, ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ്. ന്യായവും യുക്തവുമെന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക. അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു, അവരെ വധിച്ചില്ല. അന്ന് ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിന്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു. തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു.